Hey all, welcome to the Pro Wrestling Analyst channel. പ്രോ റെസ്ലിംഗ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം WWE ഇവൻറ്റ്സ് ഒക്കെ ഇങ്ങനെയാണ് ഈ ആഴ്ചത്തെ. ഇനിയിപ്പം ഒരാഴ്ച കൂടെ ഉള്ളൂ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിന്. അതുപോലെ തന്നെ കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് ഫൈനൽസും സെറ്റായിട്ടുണ്ട്. അതെ, ഇപ്പോഴത്തെ ശരിക്കും പറയാം റെസ്ൽമേനിയ കഴിഞ്ഞിട്ട് ആകെപ്പാടെ തണുപ്പടിച്ചിരിക്കുന്ന ഒരു ഇതാണ്. സമ്മറായിട്ടും വിന്റർ തീരാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ WWE നടക്കുന്നതെന്ന് ഞാൻ പറയുന്നു. പ്രത്യേകിച്ച് ഇപ്പം നൈറ്റ് ഓഫ് ചാമ്പ്യൻസിന്റെ ഇതായിട്ട് അതിന്റെ ഒരു എനർജി ഇല്ല. അതിന്റെ സ്റ്റോറിയും കാര്യങ്ങളും ഒരു എനർജി ഇല്ലാതെ ഇത് പോകുന്നു. റോയിലാണെങ്കിലും ഇപ്പം റോമൻ ചാമ്പ്യൻ ആണ്. റോമൻ ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ സോളോയെ ചെയ്യാൻ കൊണ്ട് ഇത് ചെയ്യുന്ന പോലെ തന്നെ ഈ പ്രാവശ്യം ജേക്കബിനെ ഇൻവൈറ്റ് ചെയ്ത് ജേക്കബിന് ഉലഫാല ഒക്കെ ഇട്ട് സമോൻ വേർ വൂൾഫായിട്ട് ഇന്നർ സർക്കിളിലോട്ട് ആഡ് ചെയ്തു. അപ്പം പിന്നെ ജേക്കബ് നമ്മുടെ എറിക് ആൻഡ്രയെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഒരു റോമന്റെ ഒരു ഹീൽ ടേൺ ആണ് അതിനകത്ത് കാണിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം ഇപ്പോൾ റോമൻ കമാൻഡിനനുസരിച്ച് കഴിഞ്ഞ റണ്ണ് പോലെ തന്നെ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ സത്യ മൂവ്മെന്റ് അങ്ങനെയാണെന്ന് തോന്നുന്നു. റോയില് മെയിനായിട്ടുള്ളൊരു അതായിരുന്നു. ഇപ്പം എങ്ങോട്ടാ പോകുന്നതെന്ന് സത്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ ആരാണ് ഫ്യൂഡ്, റോമന്റെ മെയിൻ ഫ്യൂഡ് ഇപ്പം വിത്തിൻ ബ്ലഡ് ലൈൻ. ഇപ്പം ഫാറ്റു അതിപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയുടെ അതേ ഒരു ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ അതിന് സമയം എടുക്കണ്ടേ? ടെക്നിക്കലി അതിന് സമയം എടുക്കണം അല്ലേ? എന്നാലും അതിനകത്തൊരു കാര്യം ഒറ്റയടിക്ക് അവന് ഓൾറെഡി ഇപ്പം പെട്ടെന്ന് കയറിയിട്ട് അപ്പം തന്നെ ടേൺ ആയി കഴിഞ്ഞാൽ അത് ശരിയാവുമെന്ന് അറിയത്തില്ല ഒന്നത്. അപ്പം എല്ലാ നൈറ്റുമായിട്ടൊരു ഫ്യൂഡ് ഉണ്ടായി, പക്ഷെ അത് അറിയത്തില്ല അതിപ്പോൾ അത് വർക്കൗട്ട്. കാരണം ജെ ആണ് മെയിൻ, എല്ലാ നൈറ്റിൻ്റെ മെയിൻ ഒരു എതിരാളി എന്ന് വേണം പറയാം. അപ്പം റോമനുമായിട്ട് ഇതിപ്പോൾ എങ്ങനെ പോകുന്നു ആണല്ലോ? റോമന് സമ്മർ സ്ലാം പ്ലാൻസ് ഇപ്പം എങ്ങനെയായിരിക്കും? ഇപ്പം ഒരു നമ്മുടെ ഓബാഫെമി പ്രോമോ കട്ട് ചെയ്തായിരുന്നല്ലോ. അപ്പം അവൻ ത്രോൺ എടുക്കാനായിട്ട് പോവാണ്. ഓബാഫെമിയും റോമൻ ആണെങ്കിൽ നല്ലതാ. അതാണ് അവരുടെ ഇൻവെൻച്വൽ പ്ലാനിങ്. ഇപ്പം ഫൈനൽസ് സെറ്റാകുമ്പോൾ നമുക്കറിയാം ഓൾറെഡി എന്തുവാ കിങ് ഓഫ് ദ റിംഗ് ഫൈനൽസിനകത്ത് നടക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഐ മീൻ മോസ്റ്റ് ഓഫ് ദ റെസ്ലിംഗ് ഫാൻസ് ഉദ്ദേശിക്കുന്ന പോലെയല്ല ഇവന്റ് വരുന്നതെങ്കിൽ എല്ലാവരും ഡിസപ്പോയിന്റഡ് ആയിരിക്കും. അതാണ് ഇപ്പം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പം പക്ഷേ അത് പറയുമ്പോഴത്തേനും നമുക്കിപ്പം ഒബ ഡൊമിനിക്കിന്റെ മാച്ചിൽ ഒബ വിക്ടറീസ് ആയി. ഒബയാണ് ഇപ്പം കിങ് ഓഫ് ദി റിംഗിൽ ഫസ്റ്റ് ഇതായിട്ട് പോകുന്നത് ആക്ച്വലി. അപ്പം അതൊരു കുഴപ്പമില്ലാത്ത മാച്ച് തന്നെയായിരുന്നു. ഇത് പറഞ്ഞ പോലെ തന്നെ ഒബയായിട്ടാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇയോസ്കൈ റക്കേൽ റോഡ്രിഗസിനെ ഡിഫീറ്റ് ചെയ്ത് ക്വീൻ ഓഫ് ദി റിംഗ് ഫൈനൽസ് മാച്ചിൽ ഓൾറെഡി പുള്ളിക്കാരി സ്ഥാനം നേടിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഇയോസ്കൈ. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു റക്കേൽ എങ്ങനെയും വിക്ടോറിയസ് ആയി ലിബും റക്കേലും കൂടെ ആയിരിക്കും പോകുന്നതെന്നുള്ളൊരു ഒരു എക്സ്പെക്ടേഷനിലായിരുന്നു. പക്ഷേ ഇയോസ്കൈക്ക് ഇപ്പം വലിയ പ്രത്യേകിച്ച് സ്റ്റോറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആയിരിക്കാം ഇപ്പം അടുത്ത ക്വീൻ ഓഫ് ദി റിംഗിന്റെ ഇതിൽ മേ ബി സംതിങ് ഇസ് ദേർ ആയിരിക്കാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഇവരെല്ലാം വലിച്ചു കിട്ടണമല്ലോ സ്റ്റോറി. ലോങ് ടേം സ്റ്റോറി ടെല്ലിംഗ് ആണല്ലോ മെയിനായിട്ട്. ഇപ്പം അതിൻ്റെ ഭാഗമായിരിക്കും ഒരു പക്ഷേ റക്കേലിനെ ഇച്ചിരൂടെ ഒന്ന് വലിച്ചു നീട്ടിയിട്ട് ലിവും റക്കേലും കൂടെ ഉള്ള ഇവൻച്വൽ ക്ലാഷിനുള്ള പരിപാടിയായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ റോക്സേനെ ഇങ്ങനെ ഒരു ചെറിയ ഒരു ഡ്രിഫ്റ്റ് വരുന്നുണ്ടല്ലോ ഇവരുമായിട്ട് ജഡ്ജ്മെന്റ് ആയിട്ട്. അതും അങ്ങനെ നടക്കുന്നു. ഇതിപ്പോൾ യോസ്കൈ നമുക്കറിയാം ട്രിപ്പിൾ എച്ചിന്റെ മെയിൻ ആണ് യോസ്കൈയെ പുഷ് ചെയ്യുന്നതിന് ലിമിറ്റ് ഇല്ല ട്രിപ്പിൾ എച്ചിന്. അപ്പോൾ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാം യോസ്കൈ. പക്ഷേ ഞാനൊരു ഗുഡ് ടേൺ ഓഫ് ഇവന്റ്സിന് നമ്മൾ നോക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു സെഗ്മെന്റ് ആയിരുന്നു തന്നെ ഫൈനൽസ് റക്കേലും ലിവും വന്നിരുന്നെങ്കിൽ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ പണ്ട് ബറ്റിസ്റ്റ ട്രിപ്പിൾ എച്ചിന്റെ ഒരു സെറ്റപ്പ് പോലെ. എന്നിട്ട് ലിവ് മോർഗൻ പറയുന്നു, ഓക്കെ നീ എന്നെ ചലഞ്ച് ചെയ്യണ്ട, നീ മറ്റേ ചാമ്പ്യനെ ചലഞ്ച് ചെയ്യും എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റപ്പ് വരുമായിരുന്നു. നൈസായിരുന്നു. പിന്നെ റോയിൽ കുറച്ച് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ്സ് ഉണ്ടായിരുന്നു. അടുത്ത മെയിൻ എല്ലാ നൈറ്റ് വന്ന് ആഡം പേഴ്സിനോട് സംസാരിച്ചതും അവൻ പിസ്ഡാണ് നടന്ന കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നൈറ്റ് പറഞ്ഞു ഞാൻ എൻ്റെ രീതിയിൽ ഇതിനെ ഡീൽ ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയി. പിന്നെയുള്ള മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ ചാറ്റ് ഗേബിളിൻ്റെ ഒരു ചെറിയൊരു പ്രോമോ. അതായത് ചാറ്റ് ഗേബിൾ പിന്നെ റുസവായിട്ടുള്ള മാച്ചിന് മുമ്പുള്ള ഉള്ളൊരു ചെറിയൊരു പ്രോമോ. എന്തുകൊണ്ടാണ് അവൻ റെയിംസിനെ ഹെൽപ്പ് ചെയ്യുന്നതും എന്താണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലേ അവന് ലൂച്ച ലിബ്രെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞ് അവന് മനസ്സിലായി. ആ റെസ്പെക്റ്റ് കൊണ്ട് അവനിപ്പോൾ ലൂച്ച ലിബ്രയുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു.
പിന്നെ ആ മാച്ച് നൈസായിരുന്നു. റുസേവും ചാർഗേയും നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, പഴയ പഴയ അമേരിക്കൻ ആൽഫയുടെ ടീമൊക്കെ ഇട്ട് ഇറങ്ങി വന്നത്. അത് അതുപടി തന്നെ ഇപ്പം പുതിയൊരു ടീം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞുണ്ട് ചാർട്ട് ഗേബിളും ഡെഫ് റബൽഡായെന്ന് പറഞ്ഞ്. എല്ലാവരും ഇപ്പോൾ ഒരു മീമാണിപ്പം. എല്ലാവരും ടീം മാറുമ്പം അതൊരു ഒന്നെങ്കിൽ ഒരു ജനറിക് ടീം ആയിരിക്കും, അല്ലെങ്കിൽ വലിയ രസമില്ലാത്ത ടീമായിരിക്കും. അത് ഡെഫ് റബൽഡായെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ WWE ടീം ഉണ്ടാക്കുന്ന ഗ്രൂപ്പിൻ്റെ പേരാണ്. പക്ഷേ എനിക്ക് കുഴപ്പം തോന്നിയില്ല കേട്ടോ. പണ്ടത്തെ ആയാലും ആ ഒരു ഫീലില്ലെങ്കിലും പുതിയൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടീം. അത്ര വലിയ വിഷയമൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എല്ലാവർക്കും ഒരു ഇത് നോഷൻ ഉണ്ടല്ലോ, എല്ലാവരും പറയും ഓക്കെ ഇപ്പം എല്ലാം പോകുന്ന അഴുക്ക് ടീമാ എന്നുള്ളൊരു ചിന്തയുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം. അതെ അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ പിന്നെ പറയാനുള്ള ടാഗ് ടീം ബ്രോൺ ബ്രേക്കറും നമ്മുടെ അതായത് ഓസ്റ്റിൻ തിയറി, അതെ ജവാൻ എവൻസും ഓസ്റ്റിൻ തിയറി ആയിട്ടുള്ള ഒരു മാച്ച് ഉണ്ടായിരുന്നു. അതിൽ ജവാൻ ഓസ്റ്റിൻ തിയറി ഡിഫീറ്റ് ചെയ്ത് ഡിസ്ക്വാളിഫിക്കേഷനിൽ, അതായത് ബ്രോൺ ബ്രേക്കർ വന്ന് സ്പിയർ അടിച്ച് ആക്കിയപ്പോഴത്തേന് അന്നേരത്തേന് ആഞ്ചലോ ഡോക്കിൻസ് വന്നു. പിന്നെ മോണ്ടെസ്കോഡ് വന്നു. അപ്പം ആഞ്ചലോ ഡോക്കിൻസ് റിട്ടേൺ ചെയ്ത് എന്ന് പറഞ്ഞാൽ ഒരു 2-3 ആഴ്ചക്ക് ശേഷം പുള്ളി വന്നു. ടൈറ്റിൽ മാച്ചിന്റെ ഒരു സംഗതികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം ഇപ്പോൾ ഡോക്കിൻസിന് നമ്മൾ ഓർത്തായിരുന്നു, ഡോക്കിൻസും ഈ എന്തുകൊണ്ട് കുറച്ചാൾ മാറി നിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഇപ്പൊ മോണ്ടെസിനെ പുഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് സെത്തും മോണ്ടെസുമായിട്ട് ടാഗ് ടീം പോകുമെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷെ അതൊരു എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് നമുക്കറിയില്ല. ഈ ഡോക്കിൻസിൻ ഇവര് ഇതിനകത്തൊരു ആരെങ്കിലും ഒരാളും കൂടെ വേണം. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പം ഇവൻ റിട്ടേൺ ആവാറാവും തോന്നുന്നു, നമ്മുടെ ബ്രോൺസൺ റീഡ്. എനിക്കൊന്ന് അതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഇനി ഡോക്കിൻസിനെ ഇതിനകത്ത് കൊണ്ടിട്ടിട്ട് ഞാനാണെങ്കിൽ അടുത്ത ആരെയിലൊക്കെ ഇഞ്ചുറി ആവുമല്ലോ വിഷനകത്ത്, നേരത്തെ പുള്ളിയാനായിരിക്കും ഉദ്ദേശം. NXT എനിക്ക് ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് മറ്റേ ഒരു സിനിമാറ്റിക് പ്രൊമോ നറാക്കും NXT ചാമ്പ്യൻ ടോണി ഡിയാഞ്ചലോ ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് പ്രൊമോ. അതൊരു സംഗതി നൈസ് ആയിരുന്നു. ഒരു അല്ലേ, ഒരു വൈബ് ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ലാസ്റ്റ് ഇത് പറയുന്നുണ്ട്, അവൻ സൈൻ ഇട്ടിട്ടില്ല, നറാക്കു സൈൻ ഇട്ടില്ല കോൺട്രാക്ട്. ഈവിൾ ഈസ് കമ്മിങ് എന്നും പറഞ്ഞ് ഇത് കൊടുക്കുകയാണ് ടോണി ഡിയാഞ്ചലോ സൈൻ ഇട്ടു. അതെ അതെ. പിന്നെ NXT-യിലെ അതായത് ജപ്പാനിലെ മെയിൻ ആളായിരുന്നു, നീ അതായിരുന്നു ഇതായിരുന്നു. അപ്പൊ ഇവൻ പറഞ്ഞ് ഞാൻ ഇതിനു വേണ്ടി വന്നതാണ്, എനിക്ക് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാണ്, ഇവിടുത്തെ WWE ഡോമിനന്റ് ആവാൻ വേണ്ടി വന്നതാണെന്നുള്ള രീതിയിൽ നറാക്കുവിന്റെ ഒരു ലൈനും സംഗതി കൊള്ളായിരുന്നു. ഒരു തന്നെയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇവർ രണ്ടുപേർക്കും നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ടോണി ഡിയാഞ്ചലോ ആണെന്ന് പറഞ്ഞാൽ ഒരാളായിട്ട് ഈ ഒരു ഇതിലുള്ളതുകൊണ്ട് അവൻ്റെ പ്രോമോസും ഒക്കെ ഇപ്പം ഒത്തിരി ബിലീവബിൾ ആണ്. ഒത്തിരി മാറ്റമുണ്ട്. നമ്മുടെ മെയ്സൺ റുക്കിന്റെ പ്രോമോസ് ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കാണുമായിരുന്നു. മെയ്സൺ റുക്കിന്റെ പ്രോമോസിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ആ ഒരു പ്രോമോ കട്ടിങ് ഒന്ന് റെഡി കാരണം ഫ്രഷ് അല്ലേ. ഇപ്പം ചെറിയ കട്ടിന്ന് വന്നു, ഇതുവരെ ഒരു വലിയൊരു സ്റ്റേജിൽ വന്ന് പ്രൊമോ കട്ട് ചെയ്യുകയോ അല്ല, ബിലീവബിൾ അല്ല അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ. കുറച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് പ്രോമോസ് പറയുന്ന പോലെ കുറച്ച് വാക്കുകൾ ഉപയോഗിക്കുന്നല്ലാതെ അല്ലാതെ അവൻ വിശ്വസിച്ച് അത് പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പ് വരുന്നില്ല. അതുകൊണ്ട് ഒബ്വിയസ്ലി നറാക്കു തന്നെയാണ് നല്ലൊരു ചോയ്സ്. ഉടനെ തന്നെ മേസൺ റുക്കിനെ മെയിൻ ടൈറ്റിൽ പിക്ചറിലോട്ട് ഇടേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിക്ക് വേറെ ഫ്യൂഡൊക്കെ കൊടുത്തൊന്ന് റെഡിയായി വരുമ്പോഴത്തേന് അപ്പോൾ നമുക്ക് സെറ്റാവും. അതെ, തീർച്ചയായിട്ടും. പിന്നെ ടൈം ഉണ്ടല്ലോ, പിന്നെ ആർക്കാണെങ്കിലും വന്നല്ലേ ഇപ്പം നറാക്കു ഇവൻ ഒരു വെറ്ററൻ ആണ് ആക്ച്വലി, അല്ലേ? ഇപ്പം മേസൺ റുക്ക് പോലെ മേസൺ റുക്ക് വെറ്ററൻ അല്ലെന്നല്ല ഞാൻ പറയുന്നത്, നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷെ ജപ്പാനില് അത്യാവശ്യം അടിയും കളയും കഴിഞ്ഞു വന്നതാണ് നറാക്കു, അല്ലേ? പിന്നെ നമുക്ക് വിമൻസ് ഡിവിഷന്റെ ഇതില്, അതായത് സാരിയാണ് ഷോ ഓപ്പൺ ചെയ്തത്, കെൽനി ജോർഡനെ അഫോർഡ് ചെയ്ത്, അല്ലേ? പിന്നെ അതില് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലോല വൈസും കെന്റൽ ഗ്രേയും സാരിയും കെൽനി ജോർഡനുമായിട്ട് ഒരു ഇതുണ്ടായിരുന്നു തോന്നുന്നു, മാച്ചായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മുടെ ടെഡി ലോങ്, അതായത് തിയേറ്റർ ലോങ് പഴയ സ്മാക്ക് ഡൗൺ ജനറൽ മാനേജറിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഇതുപോലുള്ള പ്രൊമോ കട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അവർ തമ്മിൽ ഒരു ടാഗ് ടീം മാച്ച് അവർ അനൗൺസ് ചെയ്തു. അത് അവരും പറഞ്ഞു തോന്നുന്നു, റെമിനിസന്റ് ഓഫ് ടെഡി ലോങ് എന്നുള്ള രീതിയിൽ അവരും പറഞ്ഞായിരുന്നു. അത് നല്ലൊരു ഇതായിരുന്നു. അത് എന്റെ മെയിൻ സാധനം അണ്ടർടേക്കറായിട്ടുള്ള മാച്ചായിരുന്നു. ആര് വന്നാലും അവസാനം അണ്ടർടേക്കറായിട്ടായിരിക്കും മാച്ച്.
നെക്സ്റ്റ് ഇപ്പം ഗ്രേറ്റ് അമേരിക്കൻ ബാഷിന്റെ മുന്നോടിയായിട്ടുള്ള മാച്ചുകളും അല്ലെങ്കിൽ അതിലോട്ട് ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് നമ്പർ 1 കണ്ടന്റേഴ്സ് മാച്ച് ഉണ്ടായിരുന്നു. ടാവിയൻ ഹൈറ്റ്സും ജാക്സൺ റേക്കുമായിട്ട്. അതിൽ ടാവിയൻ ഹൈറ്റ്സ് ജാക്സൺ റേക്കിനെ തോപ്പിച്ചു. അപ്പം പിന്നെ ജസ്റ്റ് ഇസ്ബി ടൂർണമെൻറ്റിൻ്റെ മാച്ചസിലുണ്ടായിരുന്നു. ഇസി ഡെയിമും തിയാഹേലുമായിട്ടുള്ള ഒരു മാച്ചിൽ ഇസി ഡെയിം തിയാഹേലിനെ തോപ്പിച്ചു. പിന്നെ ആലിയാന ഗ്രേസ് ലീല ഡിക്സിനെ തോപ്പിച്ചു. അവര് അഡ്വാൻസ് ആയിട്ടുണ്ട് ആ ടൂർണമെൻറ്റിൽ. ഇപ്പം സ്പീഡ് ചാമ്പ്യന്. അതെ. അപ്പം അത് എന്താ പറയുന്നത്, ഒരു കുഴപ്പമില്ല. പിന്നെ ആകെ ഇത്ര സമയമല്ലേ ഉള്ളൂ, ചെറിയ സമയത്തിനുള്ള മാച്ചാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി അതിനകത്തൊന്നും ടെക്നിക്കാലിറ്റി ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ ടെക്നിക്കാലിറ്റി പറയാനുള്ള ഒരു മാച്ചായിരുന്നു നാറ്റാലിയ വേഴ്സസ് അല്ലെ നാറ്റി വേഴ്സസ് ജേഡ പാർക്ക്. അതെ, ഇപ്പം നാറ്റിയ. അതിന് പകരം ഇതുപോലെയുള്ള മാച്ചസ് കൊടുക്കുകയാണ് നാറ്റി ബെസ്റ്റാ. അതിനകത്ത് അത് കാണാനുണ്ടായിരുന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഇത് എന്നാ പറയുന്നത് ഔട്ട്കം വരുമെന്ന്. ജേഡ പാർക്കറിനെ നാറ്റി തോപ്പിച്ചു, അതും സബ്മിഷൻ. അപ്പം അതും 15 മിനിറ്റോളം ഉണ്ടായിരുന്നു ആ മാച്ച്. അത് കൊള്ളായിരുന്നു. അത് ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇനി നാറ്റി ഒരു ഫാക്ഷൻ തുടങ്ങുകയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഫാക്ഷൻ ആയിട്ടാണല്ലോ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നാറ്റിയുടെ ഇതിനകത്ത് ഇവർ രണ്ടുപേരും കൂടെ ആയിട്ട് നമ്മുടെ അവരുടെ പേരെന്നാ, മറ്റേ കാർമൻ പെട്രോവിച്ച് അല്ലായിരുന്ന? കാർമൻ പെട്രോവിച്ചും മറ്റേ പെണ്ണിന്റെ പേര് ഞാൻ മറന്നുപോയി. നികിത ലയൺസ്. അതെ, നികിതയും കാർമനുമായിട്ടുള്ള ഒരു ഫാക്ഷന്റെ ഇത് അതവര് ലാസ്റ്റ് ആയപ്പോഴത്തേന് ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ലാസ്റ്റ് 3 പേരും കൂടെ ഒരു ഇതായിട്ട് സെറ്റപ്പിലായിരുന്നു എൻഡ് ചെയ്തത്. കുഴപ്പമില്ല. കാരണം നികിത ലയൺസിനാണ് കാർമൻ പെട്രോവിച്ചിനാണെങ്കിലും വലിയ അങ്ങോട്ട് റെഡി ആകുന്നില്ല. എന്നാ ചെയ്തിട്ടും അവരൊന്നും സെറ്റ് ആകുന്നില്ല. അപ്പൊ ഇതുപോലുള്ള ഒരു ചെറിയൊരു ഫാക്ഷനൊക്കെ കൊടുത്തൊന്ന് ടൈം ലൈറ്റ് വരുത്താനായിട്ട് പറ്റുമല്ലോ. അതുകൊണ്ട് ഓക്കെ. അല്ലെങ്കിൽ അടുത്ത സെറ്റ് ഓഫ് റിലീസ് മിക്കവാറും ഇവർ 2 പോകാൻ ചാൻസ് ഉണ്ട്, ഇനി റെഡി ആയില്ലെങ്കിൽ. തീർച്ചയായിട്ടും അതെ. പിന്നെ നമുക്ക് സ്മാക്ക് ഡൗണില് സംഗതി എന്ന് വെച്ചാല്, സ്മാക്ക് ഡൗൺ നമ്മളിപ്പം മെയിനായിട്ട് പറയേണ്ടതെന്ന് വെച്ചാല് കോഡി ഗന്ധറിന്റെ മാച്ച് ആയിരുന്നു. സ്പെഷ്യൽ ഗസ്റ്റ് റെഫറി ആയിട്ടുള്ള മാച്ച്. ആക്ച്വലി ഈ വീക്കിൽ സ്മാക്ക് ഡൗൺ ആയിരുന്നു ശരിക്കും നല്ല ഇവന്റ്ഫുൾ. സത്യത്തിൽ കണ്ടിട്ട് എനിക്ക് തോന്നിയത് നല്ല ഇവന്റ്ഫുൾ ആയിട്ട് തോന്നിയതും നല്ല ആ ഒരു എന്നാ പറയുന്നത് എക്സൈറ്റ്മെന്റ്. അതാ മാച്ച് ഒബ്വിയസ്ലി ആ മാച്ച് ആദ്യം നടത്തിയതിന്റെ ആയിരിക്കാം എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ആ ഒരു കൊമേഴ്ഷ്യൽ ഫ്രീ ആണായിരുന്നു. അപ്പം അതിന്റെ ഒരു രീതിയിൽ നൈസായിരുന്നു. അത് സംഗതി സാമി സെയിൻ ആക്ച്വലി മാച്ച് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. ആദ്യം സാമി സെയിൻ പെട്ടെന്ന് പിൻ ചെയ്തിട്ട് ഫാസ്റ്റ് കൗണ്ട് അടിച്ചു ഗന്ധറിന്. എന്നിട്ട് ഗന്ധർ പോയി ബാക്ക് സൈഡ് കംപ്ലൈന്റ് ചെയ്തു. പിന്നെ കോടി അത് കേട്ടിട്ട് ഓക്കെ ഞാൻ അങ്ങനെ വേണ്ട എന്നാ റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു ഇങ്ങോട്ട് തിരിച്ചു റീസ്റ്റാർട്ട് ചെയ്തു. അതിനൊക്കെ ബാക്ക് സൈഡിൽ ഗന്ധർ സാമി എടുത്തിട്ടിരിക്കും. അതിന്റെ ബാക്കിയായിട്ട് മാച്ചിനിടെ സാമി വന്ന് ഗന്ധറിട്ട് അടിക്കും. അങ്ങനെ ഡിസ്ക്വാളിഫൈ ആവും, കോടി റീറ്റെയിൻ ചെയ്യും. അപ്പം കഥ കൊള്ളാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇത് പറഞ്ഞ പോലെ തന്നെ ഏകദേശം അങ്ങോട്ട് തന്നെ വരുന്നു. നൈറ്റ് ഓഫ് ചാമ്പ്യൻസിന് ഇപ്പോൾ ഒരു ട്രിപ്പിൾ ത്രെട്ട് കോടി തന്നെ പറഞ്ഞു. കോടി ഫൈറ്റിംഗ് ചാമ്പ്യൻ ആണെന്നുള്ള രീതി കാണിക്കാനായിട്ട് പറഞ്ഞു. ഞാൻ 2 പേരെയും ഡീൽ ചെയ്തോളാം, നൈറ്റ് ഓഫ് ചാമ്പ്യൻസിന് ട്രിപ്പിൾ ത്രെട്ട് ആക്കിക്കൂ എന്നുള്ള രീതിയിലായി. അത് കഥ കൊള്ളാം. കാരണം ട്രിപ്പിൾ ത്രെട്ട് ആക്കിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടി തോറ്റില്ലേലും ഒരു എന്നാ പറയുക ചാമ്പ്യൻഷിപ്പ് പോകാമല്ലോ. അതിൻ്റെ ഒരു കഥ അവിടെയുണ്ട്. ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഇത് നൈസൊരു ഓപ്പർച്യൂണിറ്റിയാണ് സാമി സെയിനെ ചാമ്പ്യനാക്കാൻ. സൗദിയാണ് സാമിയുടെ റെസൽമേനിയ മൂവ്മെന്റ് എന്നുള്ള പോലെ സാമി അവിടെ ചാമ്പ്യനാക്കുക. 2 മാസമെങ്കിൽ 2 മാസം നമ്മൾ സ്ലാമിന് വേണേൽ എടുത്തോട്ട്, ഗന്ധർ എടുത്തോട്ട്, കുഴപ്പമില്ല. ഇപ്പോൾ ഗന്ധറിനെയാണ് അവർ നോക്കുന്നതെങ്കിൽ നൈസൊരു സെഗ്മെന്റ് ആയിരിക്കും. ഒരു സാമി ഒരിക്കലും ചാമ്പ്യൻഷിപ്പ് മെറ്റീരിയൽ അല്ലാത്ത ഒരാളല്ലേ. പുള്ളി അറിയിക്കുന്നതാണ് ഒരു ചാമ്പ്യൻഷിപ്പ്, വേൾഡ് ചാമ്പ്യൻഷിപ്പ്. ഞാൻ എപ്പോഴും പറയും മിക് ഫോളി ടൈപ്പാണ് ഇത് സാമി. ഒത്തിരി നാളൊന്നും ചാമ്പ്യൻ ആകാനോ അല്ലെ അത് സാമിയും പറഞ്ഞിട്ടുണ്ട് ഒരു ഫേസ് ആകാനൊന്നും പറ്റത്തില്ലായിരിക്കാം. അങ്ങനെ തന്നെ അവന് കൊടുക്കുന്ന റെസ്പെക്റ്റിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഒരു പ്രാവശ്യം ഒരു ചാമ്പ്യൻ ആകുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ കൊടുത്താൽ നല്ലത്. അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, അതിപ്പം നമ്മൾ ഓർക്കുന്നില്ല ഈ നമ്മുടെ എലിമിനേഷൻ ചേംബർ ക്വാളിഫയറിനകത്ത് കോഡിയെ ഇതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിൽ അപ്പം കോടി പറഞ്ഞു ഐ ടുക്ക് ദാൻ ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ സംഭവം സാമി ഒരു ഓപ്പർച്യൂണിറ്റി എടുത്ത് ചാമ്പ്യൻ ആയാൽ മതി എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ട്രിപ്പിൾ ത്രെഡിന്റെ ഇതായതുകൊണ്ടോ അല്ലെങ്കിൽ ഫേറ്റൽ ഫോർ വേ ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. ഹോപ്പ്ഫുള്ളി അതൊരു നല്ല ഇത് തന്നെ ആയിരിക്കും. പിന്നെ ട്രിപ്പിൾ ത്രെഡ് ആകുമ്പോഴത്തേന് ആൾക്ക് ഇൻവോൾവ്മെന്റ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ആരും ഇൻവോൾവ് ആവുന്നു ഇപ്പം ആർക്കും സൈഡിൽ ആരും പിടിച്ചു നിൽക്കാൻ ആരും ഇല്ല. എന്നാലും സ്റ്റിൽ ആരെങ്കിലും ഒക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഹോപ്പ്ഫുള്ളി സാമിക്കൊരു നല്ലൊരു ചാൻസ് ആണ് ഈ പ്രാവശ്യം ടൈറ്റിൽ എടുക്കുവാണെങ്കിൽ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ടൂർണമെന്റ് സെമി ഫൈനൽ, അതായത് കിങ് ഓഫ് ദി റിംഗ് ടൂർണമെന്റിലെ സെമി ഫൈനലിൽ ജവോൻ എവൻസും ഊസോ ആയിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു. സംഗതി വലിയ ഗുണമൊന്നും ഇല്ലായിരുന്ന മാച്ച് ആയിരുന്നു. പിന്നെ അതെ അടുത്തത് കണ്ടും മടുത്തു ഇപ്പൊ എല്ലാം ഇങ്ങനെ ജെയ്യൂസോയുടെ സംഗതികൾ
അതുകൊണ്ട് ഇടയ്ക്കും പുഴയ്ക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ ഇടയ്ക്ക് ഇത് വരുമ്പോഴത്തേനെ ജെയ്സോ പിന്നെ വിക്ടോറിയസ് ആയി. ജെയ്സോയും ഓബാഫെമി ആയിരിക്കും കിങ് ഓഫ് ദ റിംഗ് ഫൈനൽസിൽ. അതെ, അതുപോലെ തന്നെ ഞാൻ സംഭവം ഓർത്ത് എൽ എ നൈറ്റിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഒക്കെ കാണുമെന്ന് പ്രതീക്ഷിച്ചു. എന്നിട്ട് ജിയോസെ എങ്ങനെയും കഴിയുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അങ്ങനെ കൊടുക്കാൻ ഉരുളക്കുപ്പേരി എന്നുള്ള രീതിയിൽ ഓക്കെ ഞാൻ ജയിച്ചില്ല, എന്നാൽ നീയും ജയിക്കണ്ടെന്നുള്ള രീതിയിൽ തിരിച്ച് പണിയെടുക്കുന്ന പോലെ നൈസ്. പക്ഷേ അത് ഒരു പക്ഷേ ഫൈനൽസിൽ കൊണ്ടുവരാനായിട്ട് എനിക്കറിയാമല്ലോ, കാരണം ജെയ്യൂസോയും ഓബാഫെമിയും കൂടെ ഒബ്വിയസ്ലി ഇത് റൈറ്റ് ചോയ്സ് ഓബാഫെമി. അപ്പം പക്ഷേ ഇതിനകത്തൊരു ഇതുള്ള ബ്രോക്ലെസൺ അവിടെ ഇരിക്കുന്നു. ഇനി ബ്രോക്ലെസൺ ഉടനെ വരുന്നെങ്കിൽ ഓക്കെ, ദാറ്റ് മേക്ക് സെൻസ്. ഓബാഫെമി കിങ് ഓഫ് ദ റിംഗ് ജയിക്കുവാണെങ്കിൽ നൈസ്. കാരണം ഓബാഫെമി തോപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ജെയ്യൂസോ ഓബാഫെമി തോപ്പിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല, അൺലെസ് ബ്രോക്ക് വന്ന് അറ്റാക്ക് ചെയ്ത. അപ്പം അങ്ങനെ ആ ഒരു ഇത് പോകുന്നത് സംഗതി ഇപ്പൊ ബ്രോക്ക് ഡിഫീറ്റ് ചെയ്യുന്ന പോലെയല്ല. ജെയ് ഉസോ വരുമ്പോഴത്തേന് ജെയ് ഉസോ ശരിക്കും പറഞ്ഞാൽ ഈവൻ ഇത് ഒന്ന് പിൻ ചെയ്യുമ്പോഴോ ഓർത്ത് നോക്കി അത് എന്തൊരു വ്യത്യാസമാണ്. പോലത്തെ ഒരു അല്ലെങ്കിൽ റോമനോ ബ്രോക്കോ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഈ ജെയ്യെ കൊണ്ട് പിൻ ചെയ്യിപ്പിക്കുന്നത് വളരെ ഒരു അതുകൊണ്ടാണ് അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. നല്ല ഓബാഫെമിക്കാണേലും വെളിയിലൊക്കെ ഭയങ്കര ഫാൻസാ. അപ്പം ഓബാഫെമിയുടെ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിന്റെ സെറ്റപ്പ് ആയിരിക്കും. ഞാൻ പറയുകയാണെങ്കിൽ ഓബാഫെമി ജയിപ്പിക്കണം കിങ് ഓഫ് ദ റിംഗ് ആയിട്ട്. അപ്പോൾ ഇതിപ്പോൾ എന്നിട്ട് നമുക്ക് വേണേൽ റോമനെയോ ആരാണ് ചലഞ്ച് കിട്ടുക, അവന് ടൈറ്റിൽ പിക്ചർ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇപ്പം വേണേൽ അത് കഴിഞ്ഞ് വേണേൽ ബ്രോക്ക് അറ്റാക്ക് ചെയ്യോ എന്തെങ്കിലും ചെയ്യാലോ. അതെ അതെ. പിന്നെ ലിവ് മോർഗനും ഷാർലറ്റ് ഫ്ലെയറിന്റെയും ഇതില് ലിവ് മോർഗനാണ് അഡ്വാൻസ് ആയത് കിങ് ഓഫ് ദ റിംഗ് ഫൈനൽസിലായിട്ട്. അത് നൈസ് ഒരു മാച്ച് ആയിരുന്നു, പറയാതിരിക്കാൻ വലിയ അടിപൊളി മാച്ച് ആയിരുന്നു. എന്ന് വെച്ചാൽ അതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഷാർലറ്റ് ഫ്ലെയറിന്റെ കാല് നീ ഇഞ്ചറി എന്നുള്ള രീതിയിൽ അത് സൂപ്പർ മാച്ച് ആയിരുന്നു. ഷാർലറ്റ് ഫ്ലെയർ കുറെ പ്രാവശ്യം എന്ന് വെച്ചാൽ അലക്സ് ഓബ്ലിസ് ഒക്കെ വന്നു കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. പക്ഷെ എന്നിട്ട് അവസാനം ഷാർലറ്റ് ഫ്ലെയർ ഫൈറ്റ് ചെയ്തു, ഞാൻ കളിക്കും, ഞാൻ മാച്ച് ഫിനിഷ് എന്നുള്ള രീതിയിൽ വന്നു. അവസാനം ഷാർലറ്റ് ഫ്ലെയറിനെ ടാപ്പ് ചെയ്യിച്ചു ലിവ് മോർഗൻ. അതാണ് അതിനകത്തെ മെയിൻ ഗിവ് എന്നാ പറയുന്നത്. ഷാർലറ്റ് ഫ്ലെയർ ടാപ്പ് ചെയ്തു ലിവ് മോർഗനോട്. അത് നല്ലൊരു സെഗ്മെന്റ് ആയിരുന്നു. അത് ചിലർ പറയുന്നുണ്ട് അത് ശരിക്കും അവള് ഷാർലറ്റ് ഫ്ലെയർ ഇഞ്ചർ ആയോ അതോ, കാരണം ലിവ് മോർഗൻ ഇച്ചിരി കൂടുതൽ നേരം പിടിച്ചു വന്നേ മാച്ചിന്റെ അവസാനം നോക്കുമ്പോൾ അറിയാം അവള് ടാപ്പ് ചെയ്യുന്ന കൂടെ റഫറി ശ്രദ്ധിച്ചില്ല തോന്നുന്നു, ടാപ്പ് ചെയ്യുന്ന കൂടെ ലിവ് മോർഗന്റെ മുടി പിടിച്ച് വലിക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും പെയിൻ ആയിട്ടാണോ അതോ ഇഞ്ചർ ആയിട്ടാണോ എന്നറിയത്തില്ല. എന്നാലും നല്ല അത് ആ ഇന്റൻസിറ്റി കൊടുത്തു, അത് നൈസായിരുന്നു തന്നെയാണല്ലോ. അതെ അതെ അതെ. പിന്നെ നമുക്ക് ഡേമിയൻ പ്രീസ്റ്റും ആർട്രൂത്തും ടാമറ്റോങ്കയും ആയിട്ടുള്ളൊരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ടായിരുന്നു. അതില് ഡേമിയനും ആർട്രൂത്തും ഡിഫീറ്റ് ചെയ്തു. അതെ സോളോയുടെ ഇൻവോൾവ്മെന്റ് അതാണ്. അത് അവസാനം സോളോ ഒരുമാതിരി അമ്മ ഇട്ടിട്ട് പോകുന്ന അവസ്ഥ. ഇത് സോളോ ഇടപെട്ട് അവർ തോറ്റുപോയി മാച്ച്. അപ്പം ഒരു ചെറിയൊരു ഫ്രിക്ഷൻ അതിനകത്തും വരുന്നുണ്ട്. ഇനിയിപ്പം എല്ലാവരും തിരിച്ച് ഒറ്റ ബ്ലഡ് ലൈനിലോട്ട് പോവുകയാണോ എന്നുള്ളതൊക്കെ ഒരു രീതിയിലൊക്കെ ഒരു ഇത് വന്നു. അതെ, അതൊരു ഒരു കണക്കിന് ഇപ്പം അവര് ഈ സോളോയും ഈ ടാമറ്റോങ്കയും ആയിട്ട് വലിയതായിട്ട് ഇപ്പം പരിപാടി ഒന്നും നടക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സ്റ്റോറി എനിക്ക് തോന്നുന്നില്ല ഇനി നടക്കുമെന്ന്. സോളോയ്ക്ക് ശരിക്കും പറഞ്ഞ ഒരു ലീഡറായിട്ട് എനിക്ക് സോളോയെ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇതില്. സോളോ ശരിക്കും നല്ല രസമാണ്. സോളോയുടെ ഓരോ ആക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാനും എന്റർടൈനിങ് ആണ് സോളോ, അല്ലെ? നമ്മൾ ആ ഒരു രീതി കൊണ്ടുപോകണമെങ്കിൽ ആൾക്കാർ ഒത്തിരി സപ്പോർട്ടും ചെയ്യുന്നു. എല്ലാവരും മോക്ക് ചെയ്തും കാര്യങ്ങളും എല്ലാം ആയിട്ട് സോളോയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ സോളോ ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോഴത്തേന് സംഭവം നമുക്ക് ഓക്കെ എന്താണ്. പിന്നെ സോളോയ്ക്ക് മെയിൻ ആയിട്ട് മാച്ച് ഒന്നും കിട്ടുന്നില്ല. എന്തെങ്കിലും ഒരു ടൂർണമെന്റ് നടക്കുമ്പോഴത്തേന് സോളോ അതിനകത്ത് കാണും. അല്ലാതെ ഒരു ഇതില് പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല സോളോയിൽ. പക്ഷേ ഇതൊരു ലോങ് ടൈം ബുക്കിംഗ് വഴി പോവുകയാണെങ്കിൽ ഞാനിത് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമനെ ഇവഞ്ചലി തോപ്പിക്കുന്ന സോളോ ആയിട്ടാണ് ഞാൻ ബുക്ക് ചെയ്യുള്ളൂ. കാരണം സോളോ മാത്രമേ ഉള്ളൂ റോമനെ തിരിച്ച് റോമന്റെ അടുത്ത് പോകാതെ റോമനോട് എതിർത്ത് നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണ് ജോക്കഫാറ്റ് പറഞ്ഞില്ലേ സോളോ റോമൻ ഇസ് കോളിംഗ് യു ബാക്ക് ടു ദ ബ്ലഡ് ലൈൻ. അപ്പം പറയും റോമന്റെ അടുത്തോട്ട് ഞാൻ വരത്തില്ല, റോമൻ നിന്നെയൊക്കെ യൂസ് ചെയ്യുക, റോമൻ ക്യാൻ ഗോ ടു ഹെൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു. സോളോ മാത്രമുള്ള ആ രീതിയിൽ നിൽക്കുന്നത്. അപ്പം ടെക്നിക്കലി ആ ഒരു കഥ വെച്ച് ലോങ് ടൈം ബുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണേൽ ബുക്ക് ചെയ്യാം, ഇവഞ്ച്വലി സോളോ തോപ്പിക്കുന്ന രീതി. അത് പക്ഷേ അറിയത്തില്ല ഇപ്പോൾ റോമനെ എന്തുമാത്രം റോമൻ ഇസ് ഹെവിലി പ്രൊട്ടക്റ്റഡ് ആ രീതിയിൽ അവർ കൊണ്ടുപോകുന്ന അറിയത്തില്ല. ഇവഞ്ച്വലി ഡൗൺ ദ ലൈൻ റോമൻ റിട്ടയർ ആകുന്ന സമയത്തോ വല്ലതൊക്കെ വേണമെങ്കിൽ, കാരണം സോളോ അടിപൊളി ഒരു വർക്കറാണ്, നല്ലൊരു ബാക്ക് സ്റ്റേജിലാണെങ്കിലും നല്ല റാപ്പുള്ള ഒരാളാണ് സോളോ. അപ്പം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു സെഗ്മെന്റ് ഒന്നും. സോളോ ഒരു ഇൻട്രിങ്കിലാണെങ്കിൽ പോലും പുള്ളി മടുപ്പൊന്നും അല്ല, സംഗതി കൊള്ളാം. പക്ഷെ ഇതാണ് സോളോയിൽ അധികം ഒന്നും ചെയ്യുന്നില്ല. ഒരു ലീഡർഷിപ്പ് മെറ്റീരിയൽ ആയിട്ട് നോക്കുമ്പോഴത്തേന് സോളോ അവരുടെ കൂടെ നിൽക്കുമ്പോഴത്തേന് ഫാക്ഷൻ ലീഡ് ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ മേ ബി വേറെ ആരെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും. ഇപ്പൊ ടാമറ്റോങ്കയും അല്ലാതെ ഇപ്പം വേറെ ഒരു NXT-യിലുള്ള ആരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ, പുള്ളി സൈഡിലായിട്ട് നിൽക്കുവാണ് ഒരു ലീഡറായിട്ട് മേ ബി നടന്നു പോകുമായിരിക്കും. ഇവരുടെ കൂടെ നിൽക്കുമ്പോഴത്തേന് സംഗതി അങ്ങ് സെറ്റ് ആവുന്നില്ല സംഭവം. അത് നമ്മൾ എന്നാ പറയുക, ഒരുപക്ഷെ നമ്മുടെ മുന്നിലുണ്ട് സോളോ എന്ന് പറഞ്ഞ യങ്ങർ
ബ്രദർ ഓഫ് അതെ അതെ അല്ല യങ്ങർ എന്നുള്ള രീതിയിൽ ഊസോടെയും ചെറു അനിയൻ, അതെ അതെ ഊസോസിന്റെ അനിയൻ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവനെ ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് കാണാം, അല്ലെങ്കിൽ ആ ഒരു പദവിയിലോട്ട് ആർക്കും കാണാൻ പറ്റുന്നില്ലായിരിക്കും. എന്നാലും കുഴപ്പമില്ല. സോളോ ഇതുപോലെ എന്നാ പറയുന്നത്, സ്റ്റോറിയിൽ നിന്ന് കിട്ടാതെ വരാതിരിക്കട്ടെ, അത് മാത്രമേ ഉള്ളൂ. അതെ 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 പിന്നെ 100% ഇപ്പം സോളോ ഒരു ഫ്യൂച്ചർ വേൾഡ് ചാമ്പ്യൻ തന്നെയാണ്, അത് നമുക്കത് ഉറപ്പാണ്. പക്ഷെ അതിലിപ്പം തന്നെ എന്തെങ്കിലും ചെയ്യണം, അതാണ് അതെ ഞാൻ അതെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം തന്നെ എന്തെങ്കിലും ചെയ്യണം, ഇപ്പം തന്നെ എന്നാൽ ആ ഒരു സംഗതിയിൽ എത്തണം. ഇപ്പൊ ബ്രോൺ ആണെങ്കിലും മേളിൽ പോയിട്ട് താഴെ വരുന്നു, ബ്രോണിനെ എത്തിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇനി ഇവര് ഒബയെ ഇനിയും ഇങ്ങനെ ഫംബിൾ ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ യങ്ങസ്റ്റ് ആയിട്ട് ചാമ്പ്യൻസ് ഒന്നും നടക്കുന്നില്ല. ചാമ്പ്യൻഷിപ്പ് ഇപ്പം മാറുന്നു. പണ്ട് റാൻഡിയുടെയും കഥയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അങ്ങനെ അടുത്തൊരു ജനറേഷനിലോട്ട് മാറുന്ന പരിപാടികൾ ഇച്ചിരി ടാസ്ക് ആയിട്ട് മാറുന്നു. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഓബ, സോളോ, ബ്രോണ് ഇങ്ങനത്തെയൊക്കെ ആൾക്കാർ എന്തേലും ഉണ്ട്. കാർമെലോ അടുത്തത് പറയുമ്പോഴത്തേന് കാർമെലോ റിക്കി സെയിൻസിന്റെ മാച്ച് ഉണ്ടായിരുന്നു. അപ്പം റിക്കി സെയിൻസ് റിഫീറ്റ് ചെയ്തു കാർമെലോ ഹെയ്സിനെ. അപ്പം റിക്കി സെയിൻസും റിക്ക് വില്യംസും ആയിരിക്കും അടുത്ത US ടൈറ്റിലിന്റെ ഇതില് മാച്ച് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ്. അതെ അതെ, അതാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിമൻസ് US ചാമ്പ്യൻഷിപ്പും അനൗൺസ് ചെയ്തിട്ടുണ്ട്. മാച്ച് ജേഡ് കാർഗിൽ വേഴ്സസ് ടിഫനി സ്ട്രാറ്റൻ. ഇപ്പം ജേഡ് കാർഗിലിനൊരു ഇപ്പം എന്താ പറയുക, സെക്കൻഡ് റൗണ്ട് ഓഫ് മിഡ് കാർഡ് പുഷ് കൊടുക്കുകയാണ്. അപ്പം ഒരു ഫാക്ഷനൊക്കെ ആയിട്ട്. അപ്പം എന്നാ പറയുന്നത്, ആ ഒരു സെഗ്മെന്റിൽ ജേഡിന് നന്നായിട്ട് പോകാൻ സാധിക്കട്ടെ. കാരണം മെയിൻ ടൈറ്റിൽ പിക്ചർ വളരെ ബോറിംഗ് ആയിരുന്നു. നല്ലൊരു മാച്ച് വരെ ഉണ്ടാകാൻ സാധിക്കട്ടെ, അതാണ് മെയിൻ. അതെ തീർച്ചയായിട്ടും. പിന്നെ നമുക്കറിയാം ഇപ്പം ഇതിനകത്ത് മെയിൻ ആയിട്ട് നൈറ്റ് ഓഫ് ചാമ്പ്യൻഷിപ്പിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ US ടൈറ്റിലിന്റെ മാച്ച് റിക്കി സെയിൻസ് വേഴ്സസ് റിക്ക് വില്യംസും, പിന്നെ കിങ് ഓഫ് ദി റിംഗിന്റെ മാച്ച് അനൗൺസ് ചെയ്തിരിക്കുന്നു, ക്വീൻ ഓഫ് ദി റിംഗിന്റെ മാച്ച് അനൗൺസ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് പിന്നെ ഡെവലപ്മെന്റ്സ്. പിന്നെ WWE ചാമ്പ്യൻഷിപ്പ്. അതെ, അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ആള് ബ്രോൺ ബ്രേക്കർ വേഴ്സസ് സെത്ത് റോളിൻസിന്റെ സ്റ്റീൽ കേജ് മാച്ച്, അതും ഉണ്ട്. അപ്പം അത് ഒരുപക്ഷെ ഈ എൻഡ് ഓഫ് ദ ഫ്യൂഡ് ആണോ? കാരണം ഇനിയിപ്പോൾ തൽക്കാലത്തേന് ഇതിപ്പോൾ ഒരു വർഷത്തോളം വലിച്ചു നീട്ടാതെ അത് കൊണ്ടുപോകാനായിരിക്കും ഒരു പക്ഷേ. എനിവേസ് ഇതാണ് നമ്മൾ ഇനി നോക്കിക്കാണുന്നത്. ഇനിയിപ്പം വേറെ എന്തെങ്കിലും മാച്ച് അനൗൺസ് ചെയ്യും നമുക്ക്. കാരണം നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് ആണ്. ഇപ്പം അത്യാവശ്യം 3 ചാമ്പ്യൻഷിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടാഗ് ടീം അതിനകത്ത് ഇൻക്ലൂഡ് ഉള്ളത്. ഇനിയിപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് അത് ഈ വരുന്ന റോയൽ സ്മാക്ഡൗൺ നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ തീർച്ചയായിട്ടും. അപ്പോൾ അടുത്ത ആഴ്ചത്തെ റെസ്ലിംഗ് ഇവന്റ്സും അനാലിസിസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദി പ്രോ റെസ്ലിംഗ് അനലിസ്റ്റ്.